ഓക്കെ, അപ്പൊ നമ്മള് തൈറോയ്ഡ്, സോളിറ്ററി നോഡിൽ തൈറോയിഡും മൾട്ടി നോഡുലർ ഗോയിറ്ററും ഇന്നലെ പഠിച്ചപ്പോ ഇന്ന് തൈറോയ്ഡ് നിയോപ്ലാസത്തിലെ ഫസ്റ്റ് ടോപ്പിക്ക് പഠിക്കാൻ പോവാം. ഓക്കെ, അപ്പം തൈറോയ്ഡ് നിയോപ്ലാസ്, തൈറോയ്ഡ് ക്യാൻസറിനകത്ത് ചുമ്മാ ഒരു ക്ലാസിഫിക്കേഷൻ, ഒരു ബിനൈൻ ആയിട്ടും ഉണ്ട് മാലിഗ്നന്റും ആയിട്ടുണ്ട്. ഓക്കെ, ബിനൈനകത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞ തൈറോയിഡിന്റെ ഒക്കെ ഒരു കോസായ ഫോളിക്കുലർ അഡിനോമ കൊളോയിഡ് എന്ന് പറയുന്ന സംഭവം. പിന്നെ മാലിഗ്നന്റിനകത്താണ് മറ്റേ നമ്മൾ പഠിക്കാൻ പോകുന്ന പാപ്പിലറി കാർസിനോമ തൈറോയിഡ്, ഫോളിക്കുലർ കാർസിനോമ, മെഡുലറി കാർസിനോമ, അനാപ്ലാസ്റ്റിക് കാർസിനോമ. ഓക്കെ, ഇതിനകത്ത് പാപ്പിലറി കാർസിനോമ 2 വട്ടം എസ് ചോദിച്ചിട്ടുണ്ട്. ഫോളിക്കുലർ കാർസിനോമ, മെഡുലറി കാർസിനോമയും ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഫോളിക്കുലർ മെഡുലറി നാളെ മറ്റന്നാൾ എടുക്കും, ഇന്ന് പാപ്പിലറി എടുക്കും. ഫോണ് ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ചാൽ ഫുൾ സ്ക്രീനിൽ കിട്ടുവേ. ഓക്കെ, അപ്പം നമ്മൾ മൊത്തത്തിൽ ഒരു തൈറോയ്ഡ് നിയോപ്ലാസത്തിന്റെ മൊത്തത്തിൽ എറ്റിയോളജി പറയുകയാണെങ്കിൽ മോസ്റ്റ് ഇതായിട്ട് പറയുന്ന റേഡിയേഷൻ ആണ്. എങ്ങനത്തെ റേഡിയേഷൻ എന്ന് വെച്ചാൽ നമ്മള് ചെർണോബിൽ ന്യൂക്ലിയർ ഡിസാസ്റ്റർ, അതേപോലെ കുറെ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളിലൊക്കെ തൈറോയ്ഡ് കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് തൈറോയ്ഡ് ക്യാൻസർ കണ്ടുപിടിച്ചെന്നാണ് പറയുന്നത്. അപ്പൊ റേഡിയേഷൻ റിസ്ക് ഫാക്ടർ ആണ്. ഓക്കെ, റേഡിയോ ആക്റ്റീവ് അയഡിന്റെ കാര്യവും പറയുന്നുണ്ട് കേട്ടോ, റേഡിയേഷൻ. അപ്പൊ മൊത്തത്തിൽ പറയുവാണ്, മൊത്തത്തിൽ എറ്റിയോളജി പറയുവാണ്. പിന്നെ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് പറയുവാണ്. നമ്മൾ മൾട്ടിനോഡുലർ ഗോയിറ്റർ പറഞ്ഞപ്പോൾ പറഞ്ഞ മൾട്ടിനോഡുലർ ഗോയിറ്റർ ഉള്ള പേഷ്യന്റിന് ഫോളിക്കുലർ തൈറോയ്ഡ് കാർസിനോമ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, പിന്നെ സച്ചു തൈറോഗ്ലോസൽ സിസ്റ്റ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അവർക്ക് പാപ്പിലറി കാർസിനോമ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന്റെ കോംപ്ലിക്കേഷൻ പറഞ്ഞായിരുന്നു. പിന്നെ ഹാഷിമോട്ടോസ് ഡയബറ്റീസും പാപ്പിലറി ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ മെഡുലറി കാർസിനോമ ഓഫൻ ഫെമിലിയൽ ആയിരിക്കും. നമ്മുടെ മെൻ സിൻഡ്രോം ഒക്കെ ഇല്ലേ, മെൻ, അപ്പം അതിന്റെ ഫെമിലിയൽ ആയിട്ടായിരിക്കും എപ്പോഴും വരുന്നത്. ഓക്കെ, പിന്നെ ഇവര് ജസ്റ്റ് SRBക്കകത്ത് ഒരു ടേബിൾ കൊടുത്തേക്കാണ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്. ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് അവർ പറയുന്ന സോൾട്ടറി നോഡുലർ തൈറോയിഡും മൾട്ടിനോഡുലർ ഗോയിറ്റർ ഒക്കെ തന്നെയാണ് ഇതിന്റെ കാർസിനോമയുടെ DD, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ടോപ്പിക് തുടങ്ങിയില്ല, ടോപ്പിക്കിലോട്ട് പോകുന്നേ ഉള്ളൂ. പാപ്പിലറി കാർസിനോമ തൈറോയിഡ്. അപ്പം ഉള്ള തൈറോയിഡ് ക്യാൻസറിനകത്ത് മോസ്റ്റ് കോമൺ ആയിട്ട് ഉള്ള ഒരു ക്യാൻസർ ആണ് പാപ്പിലറി കാർസിനോമ തൈറോയിഡ്. ഓക്കെ, ഏകദേശം 70% വരുന്ന ക്യാൻസറും പാപ്പിലറി തൈറോയിഡ് ക്യാൻസർ ആണ്. ഓക്കെ, ഫീമെയിൽസിലാണ് എല്ലാ തൈറോയിഡ് ക്യാൻസറിന്റെ കൂട്ട് ഫീമെയിൽസിലാണ് മോർ കോമൺ. അതൊരു യങ്ങർ ഏജ് ഗ്രൂപ്പിലാണ്, 20 to 40 years. ഓക്കെ, പിന്നെ ഇതിന്റെ എറ്റിയോളജി ഞാൻ നേരത്തെ പറഞ്ഞു, റേഡിയേഷൻ എക്സ്പോഷർ ആണ് എറ്റിയോളജി. റിസ്ക് ഫാക്ടേഴ്സ് ഞാൻ 2 നേരത്തെ പറഞ്ഞു. എന്തൊക്കെയാ? തൈറോഗ്ലോസൽ സിസ്റ്റും പിന്നെ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. ഓക്കെ, പിന്നെ ഈ TSH കൂടുതലാണ് ഇവിടെ എഴുതിയേക്കുന്നത്. എന്തോന്ന് വെച്ചാൽ അത് ഈ പാപ്പിലറി കാർസിനോമ വരുന്ന പേഷ്യന്റിന് കൂടുതലും TSH കൂടുതൽ എപ്പോഴും കൂടി നിൽക്കുമെന്നാ പറയുന്നത്. ഹൈപ്പോ ആന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ TSH എപ്പോഴും കൂടുകയെന്നാ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും TSH കൂടുതൽ, അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഓക്കെ, അപ്പം അടുത്ത ഈ പാപ്പിലറി കാർസിനോമയുടെ റിസ്ക് ഫാക്ടേഴ്സും എറ്റിയോളജിയും പറഞ്ഞു. ഇതിന്റെ ഇനി നമ്മൾ എന്തായാലും FNAC ഒക്കെ എടുത്ത് തൈറോയ്ഡ് ക്യാൻസർ ആണെന്ന് അറിയുമ്പോൾ നമ്മൾ ഇത് ചെയ്യുമല്ലോ, മൈക്രോസ്കോപ്പി ചെയ്യുമല്ലോ. മൈക്രോസ്കോപ്പിക്കകത്ത് കുറച്ച് ഫൈൻഡിങ്സ് ഉണ്ട്. ഒന്ന് പാപ്പിലറി പ്രൊജക്ഷൻ, ആ പേര് തന്നെ ഉണ്ട്, പാപ്പിലറി ക്യാൻസർ ആയതുകൊണ്ട് പാപ്പിലറി പ്രൊജക്ഷൻ കാണുന്നില്ല അല്ലേ? ഓക്കെ, ഈ കാണുന്നതൊക്കെയാണ് പാപ്പിലറി പ്രൊജക്ഷൻ. നമ്മുടെ പാപ്പില പോലെ ഇങ്ങനെ ഇരിക്കുന്നതാണ് പാപ്പിലറി പ്രൊജക്ഷൻസ്. ഓക്കെ, പിന്നെ ഒന്നാണ് ഓർഫൻ ഐ ന്യൂക്ലിയ. അപ്പൊ ഇതിന്റെ ന്യൂക്ലിയസ് ഒക്കെ കണ്ട ഒരു ഓർഫൻ ആനി ന്യൂക്ലിയ എന്ന് പറയുന്നത് കേട്ടോ. ആ പേര് നമ്മൾ പത്തോളജിയിൽ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ക്ലിയർ ന്യൂക്ലിയ ആയിരിക്കും, അതിനാണ് ഓർഫൻ ആനി ന്യൂക്ലിയ എന്നൊക്കെ പറയുന്നത് അതിനകത്തുള്ള. ഓക്കെ, പിന്നെ സാമോമ ബോഡീസ് നമ്മൾ പത്തോളജിയിൽ പഠിച്ചിട്ടാണ് സാമോമ ബോഡീസ്. ഓക്കെ, സാമോമ ബോഡീസ് കാണുന്ന ജസ്റ്റ് വേറെ 2-3 കണ്ടീഷൻ പറഞ്ഞേക്കുവാണ്. ഒന്ന് പാപ്പിലറി കാർസിനോമ പഠിച്ചിട്ടുണ്ട്, ഒന്ന് മെനിഞ്ചോമ. മെനിഞ്ചോമയിൽ സിസ്റ്റഡിനോമ ഓവറിയുടെ ഒരു ക്യാൻസർ ആണ്. മറ്റേ ആസിയ പറഞ്ഞായിരുന്നു, സീറസ് സിസ്റ്റഡിനോമ. അപ്പൊ ഈ കണ്ടീഷൻസ് എല്ലാം സാമോമ ബോഡീസ് കാണാൻ ചാൻസ് ഉണ്ട്. ഇതാണ് സാമോമ ബോഡീസ്. ഒരു ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ ആണ്. ഒരുപാട് വലുതൊക്കെ ആയ എക്സ്റേ കിട്ടും, ഓർത്ത് വെച്ചോണം. പിന്നെ ഇതിന്റെ സ്പ്രെഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലിംഫാറ്റിക് സ്പ്രെഡ് ആണ് കൂടുതൽ.
നമുക്ക് ഏറ്റവും നമ്മുടെ പാപ്പിലറി കാർസിനോമ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ലിംഫാറ്റിക് സ്പ്രെഡ്, ബ്ലഡ് സ്പ്രെഡ് ഭയങ്കര റെയർ ആണെന്നാ പറയുന്നത്. അത് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പൊ ഏറ്റവും അടുത്തുള്ള സെർവൈക്കൽ ലിംഫ് നോഡ്സിലോട്ടൊക്കെ പാൽപ്പബിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ ഇത് ഉള്ള ക്യാൻസറിൽ ഏറ്റവും നല്ലൊരു ക്യാൻസർ ആണ് പാപ്പിലറി കാർസിനോമ. എന്ന് വെച്ചാൽ ഭയങ്കര സ്ലോ പ്രോഗ്രസീവ് ട്യൂമർ ആണ്. അതേപോലെ പ്രോഗ്നോസിസ് ഗുഡ് ആണ്. ഓക്കെ, സ്ലോ, മറ്റേ ഭയങ്കര റാപ്പിഡ് ഗ്രോയിങ് ഒന്നുമല്ല, സ്ലോ പ്രോഗ്രസീവ് ട്യൂമർ ആണ്. അതേപോലെ എന്താണ് ഭയങ്കര ഗുഡ് പ്രോഗ്നോസിസ് ഉള്ള ട്യൂമർ ആണ് പാപ്പിലറി കാർസിനോമ ട്യൂമർ തൈറോയ്ഡ്. ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, മറ്റേ സോൾട്ട്, ഒന്നെങ്കിൽ പേഷ്യന്റ് വരുന്നത് ഒരു തൈറോയ്ഡ് സ്വെല്ലിംഗ് ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇന്നലെ പറഞ്ഞ സോൾട്ടറിനോട് തൈറോയിഡ് ഒക്കെ ഒരു പറഞ്ഞപ്പോൾ നമ്മള് കോസ് കണ്ടുപിടിക്കുമ്പോൾ അതിനകത്ത് മാലിഗ്നൻസി ആവാന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു, പാപ്പിലറി ഒക്കെ ആവാന്ന്. ഒന്നെങ്കിൽ പേഷ്യന്റ് SNT സോൾട്ടറിനോട് തൈറോയ്ഡ് ആയിട്ട് വരാം, അല്ലെങ്കിൽ മൾട്ടിനോഡില ഗോയിറ്റർ ആയിട്ട് വരാം. അങ്ങനെ സ്വെല്ലിംഗ് ആയിട്ട് മാത്രം പ്രസന്റ് ചെയ്യാം. അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഞാൻ പറഞ്ഞു ലിംഫാറ്റിക് സ്പ്രെഡ് അല്ലേ മോസ്റ്റ് കോമൺ, എങ്ങോട്ടാ പോകുന്നത് ഞാൻ പറഞ്ഞ ലിംഫ് നോഡ്സ്. അപ്പൊ ലിംഫ് നോഡ് അല്ല, ലിംഫഡിനോപ്പതി, സെർവൈക്കൽ ലിംഫഡിനോപ്പതി ആയിട്ട് പേഷ്യന്റ് വരാം. ഓക്കെ, സമയത്ത് നമുക്ക് സെർവൈക്കൽ ലിംഫ് നോഡ് മാത്രമേ പാൽപേറ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. പേഷ്യന്റ് വരുമ്പോ തൈറോയിഡിന് പാൽപേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അങ്ങനത്തെ ഒരു ഇതിനെ പറയുന്നത് ലാറ്ററൽ അബറന്റ് തൈറോയിഡ് എന്ന് വെച്ചാൽ പാൽപ്പബിൾ ലാറ്ററൽ സെർവൈക്കൽ ലിംഫ് നോഡ് വിത്ത് ഒക്കൾട്ട് പ്രൈമറി. ഒക്കൾട്ട് പ്രൈമറി എന്ന് വെച്ചാൽ പ്രൈമറി ഒളിഞ്ഞിരിക്കുവാണ്. പാപ്പിലറി കാർസിനോമ നമുക്ക് പാൽപേറ്റ് ചെയ്തിട്ട് കിട്ടിയില്ല, പക്ഷെ പേഷ്യന്റിന്റെ കഴുത്തിന്റെ സൈഡിൽ ഒരു ലിംഫ് നോഡ് എൻലാർജ്മെന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, തൊട്ടപ്പോ നമുക്ക് ലിംഫ് നോഡാന്ന് മനസ്സിലായി. ഓക്കെ, അതിനാണ് ലാറ്ററൽ അബറന്റ് തൈറോയിഡ് എന്ന് വെച്ചാൽ ആ തൈറോയ്ഡ് ടിഷ്യൂ ഇവിടുന്ന് മെറ്റാസ്റ്റാസിസ് ചെയ്ത് പോയി എവിടെ പോയി, ലിംഫ് നോഡിലോട്ട് പോയി. അതാണ് ലാറ്ററൽ അബറന്റ് തൈറോയിഡ്. ഓക്കെ, ഇറ്റ് ഇസ് ദ മെറ്റാസ്റ്റാറ്റിക് ഡിപ്പോസിറ്റ് ഫ്രം പാപ്പിലറി കാർസിനോമ തൈറോയിഡ്. അപ്പം ഒരു മറ്റേ ക്ലിനിക്സിന്റെ നോട്ടിൽ എവിടെ കണ്ടേ, അപ്പൊ നമുക്ക് ലിംഫ് നോഡ് ആണോ അതോ തൈറോയ്ഡ് നൊഡ്യൂൾ ആണോ എങ്ങനെ തിരിച്ചറിയാം? ഒന്ന് ലിംഫ് നോഡ് ഇത്തിരി ലാറ്ററലി ആയിരിക്കും. രണ്ട് എന്ന് വെച്ചാൽ തൈറോയ്ഡ് നൊഡ്യൂൾ ആണെങ്കിൽ ഡിഗ്ലൂട്ടേഷന്റെ സമയത്ത് മൂവ് ചെയ്യും. പേഷ്യന്റ് അടുത്ത് ഡിഗ്ലൂട്ടേഷൻ ചെയ്യാൻ പറഞ്ഞാൽ തൈറോയ്ഡ് അറ്റാച്ച് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യും, പക്ഷെ ലിംഫ് നോഡ് മൂവ് ചെയ്യത്തില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് തിരിച്ചറിയാം. അപ്പം ഇതാണ് ടെക്സ്റ്റിലർ പടമാണ്, താഴത്തെ പിക്ചറിൽ പാപ്പിലറി കാർസിനോമ തൈറോയ്ഡ് പേഷ്യന്റ് വന്നേ. ഓക്കെ, പിന്നെ വലിയ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. പാപ്പിലറി കാർസിനോമ ഭയങ്കര പ്രശ്നമില്ലാത്ത കാര്യമാണ്. അപ്പം ഡയഗ്നോസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് TFT, അതിനകത്ത് TSH എലിവേറ്റഡ്, T3 T4 ആരും ഒന്നും പറയുന്നില്ല, ഹൈപ്പോഡ് ആരും അന്ന് ഉറപ്പില്ല. TSH എലിവേറ്റഡ് ആയിരിക്കും. ഓക്കെ, അത് ഓർത്തിരിക്കണം, നമുക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവിൽ ആവശ്യമുണ്ട്. TSH എലിവേറ്റഡ് ആയിരിക്കും. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ FNAC ആണ്. ഓക്കെ, നമ്മുടെ എല്ലാ തൈറോയ്ഡ് ക്യാൻസറിനകത്തും FNAC ആണ്. ഓക്കെ, എക്സെപ്റ്റ് അത് പറയും. പാപ്പിലറി കാർസിനോമയിലും അതുപോലെ മെഡുലറി കാർസിനോമ, അനോപ്ലാസ്റ്റിക് കാർസിനോമ, ഹോട്ട്കിൻസ് ലിംഫോമ, എല്ലാ തൈറോയിഡിന്റെ ക്യാൻസറിലും ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് FNAC ആണ്. പക്ഷേ ഫോളിക്കുലാർ കാർസിനോമ, നാളെ എടുക്കുന്ന ഫോളിക്കുലാർ കാർസിനോമയ്ക്കകത്ത് FNAC ചെയ്താൽ നമുക്ക് കിട്ടത്തില്ല. എന്തുകൊണ്ടാണെന്നൊക്കെ നാളെ പറയും. ഓക്കെ, ബാക്കി എല്ലാത്തിനും ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് FNAC. അപ്പൊ FNAC നമുക്ക് തൈറോയ്ഡ് നൊഡ്യൂളിന്റെ എടുക്കാം, അതേപോലെ തൈറോയ്ഡ് നൊഡ്യൂളിന്റെ FNAC എടുക്കാം, അതുപോലെ ആ ലിംഫ് നോഡ് കിട്ടിയെങ്കിൽ ലിംഫ് നോഡിന്റെ FNAC എടുക്കാം. ഓക്കെ, നമുക്ക് ബെറ്റർ ഒരു അൾട്രാസൗണ്ടിന്റെ ഗൈഡ് ചെയ്തിട്ട് നമുക്ക് FNAC എടുക്കാം. ലിംഫ് നോഡിൽ നിന്ന് FNAC എടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞു ചിലപ്പോൾ ചെസ്റ്റ് എക്സ്റേയിൽ കാൽസിഫിക്കേഷൻ കാണാം. പിന്നെ നമുക്ക് തൊട്ട് നോക്കിയിട്ട് അറിയാത്ത വേറെ ഏതെങ്കിലും ലിംഫ് നോഡോ വേറെ ഏതെങ്കിലും തൈറോയ്ഡ് നൊഡ്യൂളോ വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് അൾട്രാസൗണ്ട് നെക്ക് എടുക്കാം. പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന റേഡിയോ ഐസോട്ടോപ്പ് സ്കാൻ. ഓക്കെ, റേഡിയോ ഐസോട്ടോപ്പ് സ്കാനിൽ കോൾഡ് നൊഡ്യൂൾ കാണിക്കും, അതായത് ഡിക്രീസ്ഡ് അപ്ടേക്ക് ആയിരിക്കും. ഓക്കെ, കോൾഡ് നൊഡ്യൂള് ഡിക്രീസ് അപ്ടേക്ക്, അതിനെ പറ്റി ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ട്യൂമർ മാർക്കർ വരുന്നത് സെറം തൈറോഗ്ലോബുലിൻ ആണ്. അതെന്തിനാന്ന് വെച്ചാൽ പ്രോഗ്നോസിസിന് ഫോളോ അപ്പില് പേഷ്യന്റ് സർജറി കഴിഞ്ഞതിന് ശേഷം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഡയഗ്നോസ് സിമ്പിൾ ചെറിയ ടോപ്പിക്കാണ്. ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ എല്ലാ തൈറോയ്ഡ് ക്യാൻസറിനെ പോലെ മെയിൻലി ഇപ്പൊ ചെയ്യുന്നത് ടോട്ടൽ തൈറോയ്ഡക്ടമി. സബ് ടോട്ടൽ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ ടോട്ടൽ തൈറോയ്ഡക്ടമി ചെയ്യുന്നത് ഫുൾ ഗ്ലാൻഡിനെ റിമൂവ് ചെയ്യും. ഓക്കെ, ടോട്ടൽ തൈറോയ്ഡക്ടമി പ്ലസ് ലെവൽ 6 സെർവൈക്കൽ ലിംഫ് നോഡ്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഷെറിൽ പറഞ്ഞായിരുന്നു, മറ്റേ തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്നിട്ടുള്ള ലിംഫ് നോഡ് എല്ലാം പ്രീട്രക്കിയൽ പാരട്രക്കിയലിലോട്ടാ പോകുന്നതെന്ന് പറഞ്ഞു. അത് ലെവൽ 6 വരുന്നത്. അതിനെപ്പറ്റി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പിന്നെ ഈ ലെവൽ 6 അല്ലാതെ വേറെ ഏതെങ്കിലും ലിംഫ് നോഡ് അവസാനം ചെല്ലുന്ന ഡീപ് സെർവൈക്കൽ ലിംഫ് നോഡിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മോഡിഫൈഡ് റാഡിക്കൽ നെക്ക് ഡിസെക്ഷൻ അല്ലെങ്കിൽ ലാറ്ററൽ സെർവൈക്കൽ നെക്ക് ഡിസെക്ഷൻ, അതെന്തോന്ന് ഞാൻ പറയാം, അത് ചെയ്യും. ഓക്കെ, പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് നമ്മൾ ഹൈ ഡോസ് തൈറോക്സിൻ, ലീവോ തൈറോക്സിൻ കൊടുക്കണം. എന്താണെന്ന് വെച്ചാല് ഈ പേഷ്യന്റിന് TSH നല്ല കൂടുതലാന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പം ഇപ്പം ഈ സർജറി കഴിഞ്ഞിട്ട് അവസാനം അവിടെ ഒരു ഇത്തിരി തൈറോയ്ഡ് ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചു, നമ്മൾ എടുക്കാൻ പറ്റാത്ത തൈറോയ്ഡ് ഉണ്ട്.
അപ്പൊ ഈ TSH കൂടി നിൽക്കുന്ന കാരണം അത് പോയി തൈറോയിഡിനെ എന്ത് ചെയ്യും, പ്രോലിഫറേറ്റ് ചെയ്യത്തില്ലേ. ആ പ്രോലിഫറേഷൻ സംഭവിക്കാൻ നമ്മൾ ഒരു ആദ്യം തന്നെ ഹൈ ഡോസിലായിരിക്കും നമ്മൾ സർജറി കഴിഞ്ഞ നമ്മൾ TSH കുറയ്ക്കാൻ വേണ്ടി ഇത് കൊടുക്കും. പിന്നെ തൈറോയ്ഡ് ഗ്ലാൻഡ് ഇല്ലാത്ത കാരണം ലൈഫ് ലോങ് ലിവോതൈറോക്സിൻ കൊടുക്കും. ഓക്കെ. പിന്നെ ഫോളോ അപ്പിന് ഞാൻ നേരത്തെ പറഞ്ഞ ഏത് ട്യൂമർ മാർക്കർ ഏതാ പറഞ്ഞേ? തൈറോഗ്ലോബുലിൻ. തൈറോഗ്ലോബുലിൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. അത് നല്ല കൂടുതലാണെങ്കിൽ അതിനർത്ഥം പിന്നെയും എവിടെയെങ്കിലും നമ്മൾ മിസ് ചെയ്തു പോയ തൈറോയിഡിന്റെ ടിഷ്യൂവിൽ നിന്ന് പിന്നെ റിക്കറൻസ് വരുന്നുണ്ടെന്ന് അർത്ഥം. ഓക്കെ. എന്നിട്ട് നമ്മൾ റേഡിയോ ആക്റ്റീവ് അയഡിൻ സ്കാൻ ചെയ്തിട്ട് ഇൻക്രീസ്ഡ് അപ്ഡേറ്റ് ആണെങ്കിൽ നമ്മൾ റേഡിയോ ആക്റ്റീവ് അയഡിൻ അബ്ലേഷൻ ചെയ്യും. എന്തുവാ ഞാൻ പറയാം. ഓക്കെ. ഇതിപ്പോ ഈ ഒരു ഫോട്ടോ എന്ന് വെച്ചാൽ തൈറോയ്ഡ് ഗ്ലാൻഡ് ആ പാപ്പുലർ കാർസിനോമയുടെ റിമൂവ് ചെയ്ത ഒരു പിക്ചറാണ്. അപ്പൊ ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞ തന്നെ ഒന്നുകൂടെ ജസ്റ്റ് പറയുകയാണ്. ആദ്യത്തെ പിക്ചർ എന്ന് വെച്ചാൽ ടോട്ടൽ തൈറോയിഡക്ടമി, 2 ലോബും അതുപോലെ ഇസ്തുമസും റിമൂവ് ചെയ്യുന്നു, ടോട്ടൽ തൈറോയിഡക്ടമി. അതാണ് നമ്മൾ ക്യാൻസേഴ്സിനൊക്കെ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ ഹെമി തൈറോയിഡക്ടമി പറഞ്ഞു. അത് ഇതെല്ലാം പറഞ്ഞാണ്, ഞാൻ ജസ്റ്റ് റിവൈസ് ചെയ്യുന്നുള്ളൂ. ഒരു ലോബും ഒരു ഇസ്മസും. ഓക്കെ. ഒരു ലോബും ഇസ്തുമസും റിമൂവ് ചെയ്യും, ഹെമി തൈറോയിഡക്ടമി, ലോബ് ഇസ്തുമസും. പിന്നെ സബ് ടോട്ടൽ എന്ന് വെച്ചാൽ 2 സൈഡിൽ ഒരു 3 to 4 ഗ്രാം ലീവ് ചെയ്തിട്ട് ബാക്കി മൊത്തം എടുത്ത് കളയുന്നതാണ് സബ് ടോട്ടൽ തൈറോയിഡക്ടമി. ഓക്കെ. സബ് ടോട്ടൽ തൈറോയിഡക്ടമി. പിന്നെ അവസാനത്തെ നിയർ ടോട്ടൽ നോക്കിയാന്ന് വെച്ചാൽ ഒരു less than 1 gram of tissue is preserved to the right recurrent laryngeal ligament of Berry. ഇവിടെ കണ്ട് ligament of Berry ഉണ്ട്. അതിന്റെ അടുത്തൊരു നിയർ less than 1 gram മാത്രം വെക്കുവാണെങ്കിൽ അതിന് നിയർ ടോട്ടൽ എന്ന് പറയും. ഓക്കെ. നിയർ ടോട്ടൽ. സബ് ടോട്ടൽ എന്ന് വെച്ചാൽ 2 സൈഡിലും 3 to 4 gram വെച്ചിട്ട് റിമൂവ് ചെയ്യും. ഇതെന്ന് വെച്ചാൽ ഇത് ഹാർഡ്ലി ഡെൻസിൽ ഓപ്പറേഷൻ വേണ്ട, അതായത് പഠിക്കാൻ വേണ്ട. ഓക്കെ. അപ്പൊ ഞാൻ ഹെമിയുടെ ഇന്നലെ പറഞ്ഞാണ്, എല്ലാം നമുക്ക് ബിനൈൻ ലീഷൻ ആയിട്ട് വരുവാണെങ്കിൽ, ഫോളിക്കുലർ അഡിനോമ അല്ലെങ്കിൽ ബിനൈൻ ലീഷൻ ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ അതിന്റെ ഹെമി എടുത്തിട്ട് പിന്നെ നമ്മൾ ബയോപ്സി വിട്ടിട്ട് പിന്നെ മാലിഗ്നൻസി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫുൾ എടുത്ത് കളയും. ഓക്കെ. അത് ഹെമി ആയിരിക്കും ചെയ്യുന്നത്. ടോട്ടൽ ചെയ്യുന്നത് തൈറോയ്ഡ് മാലിഗ്നൻസി, അതേപോലെ 2 ലോബിലും ബിനൈൻ ലീഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ തൈറോയിഡക്ടമി ചെയ്യും. ഓക്കെ. അപ്പൊ ഇവര് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ മൾട്ടിനോഡുലർ ഗോയിറ്ററിന്റെ കാര്യം പറഞ്ഞപ്പോ ആദ്യം നമ്മൾ സബ് ടോട്ടൽ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ സാധനം സബ് ടോട്ടൽ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവരിൽ ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് എന്തോ കണ്ടുപിടിച്ചെന്ന് അറിയാവോ? കുറച്ച് ബാക്കി വെച്ച സ്ഥലത്തില്ലേ, അവിടുന്ന് തൈറോയ്ഡ് ക്യാൻ വരാൻ തുടങ്ങിയിട്ട് എന്തോ ചെയ്തു, റിക്കറൻസ് വരാൻ തുടങ്ങി. മനസ്സിലായോ? ആ ബാക്കി വെച്ച സ്ഥലത്ത് നിന്ന്. അതുകൊണ്ട് പിന്നെ മൾട്ടിനോഡുലർ ഗോയിറ്ററിനൊക്കെ ടോട്ടൽ തൈറോയിഡക്ടമി ചെയ്യുന്നത് ജസ്റ്റ് ഒന്നും പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. പിന്നെ ലെവൽ ഓഫ് സെർവിക്കൽ ലിംഫ്, അത് ഞാൻ ആ റാഡിക്കൽ നെക്ക് ഡിസെക്ഷൻ പറയാൻ വേണ്ടി ഒന്ന് പറയുന്നതേ ഉള്ളേ, മുന്നേ പറഞ്ഞതാ. അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ പേര് ഇതെന്തുവാ? ഇത് ട്രയാങ്കിളാ? സബ്മെന്റൽ ട്രയാങ്കിൾ ആണ് 1A, ലെവൽ ഓഫ് സെർവിക്കൽ ലിംഫ് നോഡ്. ഇത് ട്രയാങ്കിളാ? മാൻഡിബുലർ ട്രയാങ്കിൾ. ഓക്കെ. 2, 3, 4 എന്താ നമ്മൾ മുന്നേ പറഞ്ഞ? മിഡിൽ ജുഗുലാർ, ലോവർ ജുഗുലാർ, അപ്പർ ജുഗുലാർ, മിഡിൽ ജുഗുലാർ, ലോവർ ജുഗുലാർ, അല്ലെങ്കിൽ അപ്പർ ഡീപ് സെർവൈക്കൽ, മിഡിൽ ഡീപ് സെർവൈക്കൽ, ലോവർ ഡീപ് സെർവൈക്കൽ. പിന്നെ 5A 5B എന്നൊന്നും പഠിക്കണ്ട. 5A 5 എന്നങ്ങ് പഠിച്ചാൽ 5 എന്തുവാ? പോസ്റ്റീരിയർ ട്രയാങ്കിൾ. 6 എന്തുവാ? സെൻട്രൽ ഓർ ആന്റീരിയർ. ഇതിനകത്താണ് നമ്മൾ ഇന്നലെ പഠിച്ച ട്രക്കിൽ പ്രീ ലാരിഞ്ചിലൊക്കെ വരുന്നത്. തൈറോയിഡിന്റെ ഇവിടെ ലിങ്ക്. ഓക്കെ. തൈറോയിഡ് ആദ്യം പോകുന്നത് ലെവൽ 6 അതുകൊണ്ടാണ് ഞാൻ പാപ്പുലർ കാർസിനോമയ്ക്കകത്ത് എന്തോ ട്രീറ്റ്മെന്റ് എന്തോ പറഞ്ഞേ? റാഡിക്കൽ നെക്ക് ഡിസെക്ഷൻ അല്ല, റാഡിക്കൽ ഡിസെക്ഷൻ ലെവൽ 6. ഓക്കേ. ലെവൽ 6. പിന്നെ ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴാണ് ബാക്കിയുള്ള റാഡിക്കൽ നെക്ക് ഡിസെക്ഷൻ ചെയ്യുന്നത്. ലെവൽ 7 എന്ന് വെച്ചാൽ നമ്മുടെ സുപ്പീരിയർ മീഡിയാസ്റ്റൈൻ. നമ്മുടെ പറയാം ലെവൽ 1A സബ്മെന്റൽ, ലെവൽ 1A സബ്മെന്റൽ, ലെവൽ 1B സബ്മാൻഡിബുലർ, 2, 3 for upper jugular, middle jugular, lower jugular, 5 posterior triangle, 6 central or anterior compartment, 7 superior mediastinum. ഓക്കെ. അപ്പൊ ഇത് ഇന്നലത്തെ ഷെറിന്റെ നോട്ട്സ് ആണ്. അപ്പൊ അതിനകത്ത് കണ്ട തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്ന് പ്രീ ലാരിഞ്ചലും പ്രീ ട്രക്കിലും പോകുമെന്ന് പറഞ്ഞില്ലേ ആദ്യം? ആ പിങ്ക് കളറിൽ കൊടുത്തേക്കുന്നതാണ്, അതാണ് ലെവൽ 6 കേട്ടോ. ട്രക്കിയുടെ ലെവൽ 6. പിന്നെ അവിടെ നിന്നാണ് സെക്കൻഡറി ആയിട്ട് എങ്ങോട്ട് അപ്പർ ജുഗുലാർ, ലോവർ ജുഗുലാറിലോട്ടൊക്കെ പോകുന്നത്. മനസ്സിലായി? ഇവിടെ ലോവർ ജുഗുലാറിലോട്ടൊക്കെ പോകും.
അപ്പോഴാണ് നമ്മൾ മോഡിഫൈഡ് റാഡിക്കൽ ഡിസെക്ഷൻ ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതെങ്ങനെ അത് മുന്നേ പറയാം. സൗണ്ട് ഓക്കെ, ഞാൻ റാഡിക്കൽ ഡിസെക്ഷൻ പറയുന്നതിന് മുന്നേ ഈ സാധനം എന്തുവാ? ഇത് ഏത് മസില? ട്രപ്പീസിയസിന് സപ്ലൈ നെർവ് ഏതാ? സ്പൈനൽ ആക്സസറി നെർവ്. അത് ഓർത്ത് വെച്ചോണം. ഓക്കെ, പിന്നെ ഇതേത് മസിലാണ്? ഇതേത് മസില? ഇതിനടിയിരിക്കുന്ന വെയിൻ ഏതാ? ജുഗുലാർ വെയിൻ. അപ്പൊ ഈ ഇത്രയും ഓർത്തിരിക്കണം. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് നെക്ക് ഡിസെക്ഷൻ ആണ്. നെക്ക് ഡിസെക്ഷൻ കൊളാറ്ററൽ 2 മാർക്ക് കിടപ്പുണ്ട്. ഇന്നത്തെ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടല്ല, അല്ലാതെ പറയണേ. സാജിദേ, ഈ ഫോട്ടോയ്ക്കകത്തില്ലേ ഈ പ്രീ ലാരിഞ്ചിലും പ്രീ ട്രക്കിലും എല്ലാം പ്രൈമറിയും സെക്കൻഡറി എല്ലാം സർവിക്കലും അങ്ങനല്ലേ? ആദ്യം പോകുന്നതെല്ലാം ലെവൽ 6 അല്ല, പ്രൈമറി സെക്കൻഡറി പ്രൈമറി ആദ്യം പോകുന്നത് അങ്ങോട്ട്. ഹലോ, അപ്പർ ലാറ്ററൽ അപ്പർ ഡീപ് സർവൈക്കൽ ലിംഫ് നോഡ്സ് ഇല്ലേ? അത് അസെൻഡിങ് ലാറ്ററൽ ഗ്രൂപ്പിന്റെ അകത്തുള്ള പ്രൈമറി ലിംഫ് നോഡ് ആയിട്ട് വരും. എന്നിട്ട് പ്രീ ലാരിഞ്ചലിന്റെ സെക്കൻഡറി ആയിട്ട് ആക്ട് ചെയ്യുന്ന സെയിം ലിംഫ് നോഡ് തന്നെയാണ്, അപ്പർ ഡീപ് സർവൈക്കൽ തന്നെ. അപ്പർ ലാറ്ററൽ ടിഷ്യൂസ് പ്രൈമറി ആയിട്ട് അപ്പർ ഡീപ് സർവൈക്കൽ ലിംഫ് നോഡ് ആക്ട് ചെയ്യും. പക്ഷേ പ്രീ ലാരിഞ്ചൽ ഗ്രൂപ്പ് ഓഫ് ലിംഫ് നോഡ്സിനകത്ത് നിന്ന് സെക്കൻഡറീസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും സെയിം തന്നെ, അപ്പർ ഡീപ് സർവൈക്കൽ. ഓക്കെ, അപ്പൊ ഇതാണിപ്പോ ലിംഫാറ്റിക്സിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ അടുത്ത നമുക്ക് നെക്ക് ഡിസെക്ഷൻ പറയാം. ഹലോ, കാണാവോ? ഓക്കെ, അപ്പം ജസ്റ്റ് ടൈപ്സ് ഓഫ് നെക്ക് ഡിസെക്ഷൻ പറയുക, സിമ്പിൾ ആണ്. ആദ്യം റാഡിക്കൽ നെക്ക് ഡിസെക്ഷൻ. ഓക്കെ, റാഡിക്കൽ നെക്ക് ഡിസെക്ഷൻ എന്ന് വെച്ചാൽ ലെവൽ 1 to 6 നമ്മൾ എടുത്ത് കളയും. ലെവൽ 1 to 5. ഓക്കെ, 1 to 5 എടുത്ത് കളയും. പിന്നെ ഞാൻ പറഞ്ഞ ട്രപ്പീസിന് സപ്ലൈ ചെയ്യുന്ന സ്പൈനൽ ആക്സസറി നെർവ് എടുത്ത് കളയും. സ്റ്റെനോക്ലെഡോമാസ്റ്റോയിഡിന് അകത്തിരിക്കുന്ന ഇന്റേണൽ ജുഗുലാർ വെയിൻ എടുത്ത് കളയും. സ്റ്റെനോക്ലെഡോമാസ്റ്റോയിഡ് എടുത്ത് കളയും. ഇപ്പൊ ചെയ്യുന്നില്ല, പണ്ട് ചെയ്തുകൊണ്ടിരുന്ന സർജറിയാണ് റാഡിക്കൽ നെക്ക് ഡിസെക്ഷൻ. അപ്പൊ ഇതെല്ലാം കൂടെ എടുത്ത് കളഞ്ഞാൽ പിന്നെ മോർബിഡിറ്റി ഭയങ്കര കൂടുതലാണ്. റാഡിക്കൽ ഡിസെക്ഷൻ ലെവൽ 1 to 5. 1 to 5 എന്ന് വെച്ചാൽ ഓർത്തോണം. സബ്മെന്റൽ എടുത്ത് കളയും, സബ്മാൻഡിബിൾ എടുത്ത് കളയും, 2, 3, 4 അപ്പർ ജുഗുലാർ, മിഡിൽ ജുഗുലാർ, ലോവർ ജുഗുലാർ എടുത്ത് കളയും, പോസ്റ്റീരിയർ ട്രയാംഗിൾ എടുത്ത് കളയും. ഓക്കെ, ഇത്രയും കളയുന്നതാണ് റാഡിക്കൽ നെക്ക് ഡിസെക്ഷൻ, അല്ലെങ്കിൽ ബ്ലോക്ക് ഡിസെക്ഷൻ എന്നൊക്കെ പറയും. ഓക്കെ, അടുത്ത ഇപ്പുറത്തെ പേജിൽ മോഡിഫൈഡ് റാഡിക്കൽ നെക്ക് ഡിസെക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇതെല്ലാം കൂടെ എടുത്ത് കളഞ്ഞാൽ ഒരു പ്രശ്നം ആയതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ വെച്ചേക്കാന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ വെച്ച സാഹചര്യമാണ് മോഡിഫൈഡ് റാഡിക്കൽ നെക്ക് ഡിസെക്ഷൻ. അതിനകത്ത് 3 ടൈപ്പ് ഉണ്ട്. 1 ലെവൽ MRND 1, MRND 2, MRND 3. അപ്പം അതിനകത്ത് 3 ലെവൽ 1 to 5 സെർവൈക്കൽ ലിംഫ് നോഡ് എടുത്ത് കളയും. ഓക്കെ, ലെവൽ 1 to 5 നേരത്തെ പറഞ്ഞ റാഡിക്കലിൽ പറഞ്ഞ ലെവൽ 1 to 5 ലിംഫ് നോഡ് എടുത്ത് കളയും. പ്ലസ് പ്രിസർവേഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് 1 of the following. ഓക്കെ, ഏതെങ്കിലും ഒന്ന് പ്രിസർവ് ചെയ്യുമെന്നാ പറയുന്നത്. മിനിമം. ഓക്കെ, ഒന്നെങ്കിൽ സ്പൈനൽ ആക്സസറി നെർവ് പ്രിസർവ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്റേണൽ ജുഗുലാർ വെയിൻ പ്രിസർവ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റെനോക്ലെഡോമാസ്റ്റോയിഡ് പ്രിസർവ് ചെയ്യാം. MRND ടൈപ്പ് 1 നമ്മൾ സ്പൈനൽ ആക്സസറി നെർവ് മാത്രം പ്രിസർവ് ചെയ്യും, ബാക്കി രണ്ടും എടുത്ത് കളയും. ഓക്കെ, ലെവൽ 1 to 5 കൂടാതെ. ഓക്കെ, MRND ടൈപ്പ് 2 സ്പൈനൽ ആക്സസറി നെർവ് എടുത്ത് പ്രിസർവ് ചെയ്യും, ഇന്റേണൽ ജുഗുലാർ വെയിൻ പ്രിസർവ് ചെയ്യും. ആ ഓർഡറിലാണ് പഠിച്ചാൽ മതി. ഓക്കെ, MRND ടൈപ്പ് 3 3 പ്രിസർവ് ചെയ്യും. അപ്പൊ MRND ടൈപ്പ് 3 ആകെ എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ? ലെവൽ 1 to 5 മാത്രമേ എടുത്ത് കളയൂ. മനസ്സിലായല്ലേ? റാഡിക്കൽ ഡിസെക്ഷന്റെ 1 to 5 3 സാധനം എടുത്ത് കളയും. MRND 1 സ്പൈനൽ ആക്സസറി നെർവ് നമ്മൾ പ്രിസർവ് ചെയ്യും. MRND ടൈപ്പിനകത്താണ് സ്പൈനൽ ആക്സസറി നെർവും ഇന്റേണൽ ജുഗുലാർ വെയിനും പ്രിസർവ് ചെയ്യും. MRND ടൈപ്പ് 3 3 പ്രിസർവ് ചെയ്യും. അതുകൊണ്ട് നമ്മളെ 3 പ്രിസർവ് ചെയ്യുന്നുണ്ട്, അതിനെ ഫങ്ഷണൽ നെക്ക് ഡിസെക്ഷൻ എന്ന് പറയും, MRND ടൈപ്പ് 3. ഓക്കെ, ഇത് ഓർത്തിരിക്കണ കുറച്ച് സെലക്റ്റീവ് എക്സിഷൻ. സുപ്രാ ഹോമോയിഡ് എന്ന് വെച്ചാൽ ലെവൽ 1 to 3, എക്സ്റ്റെൻഡഡ് സുപ്രാ ഹോമോയിഡ് എന്ന് വെച്ചാൽ ലെവൽ 1 to 4. ഓക്കെ, കുറച്ച് സുപ്രാ ഹോമോയിഡ് എന്ന് വെച്ചാൽ 1 to 3, എക്സ്റ്റെൻഡഡ് സുപ്രാ ഹോമോയിഡ് നെക്ക് ഡിസെക്ഷൻ ലെവൽ 1 to 4 എടുത്ത് കളയും. ഓക്കെ, അടുത്ത പോസ്ട്രോ ലാറ്ററൽ നെക്ക് ഡിസെക്ഷൻ എന്ന് വെച്ചാൽ 2 to 5 എടുത്ത് കളയും. അതൊന്നും ഓർത്തിരിക്കണമെന്നില്ല, വിട്ടുകളെ. ഓക്കെ, നമ്മളിപ്പം പറയാൻ വന്നതാണ് ലെവൽ 6 സെൻട്രൽ ഓർ ആന്റീരിയർ കമ്പാർട്ട്മെന്റ് നെക്ക് ഡിസെക്ഷൻ. ഏത് മാത്രം എടുത്ത് കളയത്തുള്ളൂ?
ലെവൽ 6 മാത്രം. ലെവൽ 6. തൈറോയ്ഡ് കാർസിനോമയ്ക്കകത്ത് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? തൈറോയിഡക്ടമി പ്ലസ് ലെവൽ 6 സെർവൈക്കൽ ലിംഫ് നോഡ്. പിന്നെ വേറെ ഏതെങ്കിലും ലിംഫ് നോഡ് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അതും എടുത്ത് കളയും. അതാണ് MRND ലാറ്ററൽ നെക്ക് ഡിസെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹലോ, ലാറ്ററൽ 2 to 5. ഓക്കെ. പിന്നെ ജസ്റ്റ് രണ്ടു മൂന്ന് കാര്യം പറയണം. റേഡിയോ ആക്റ്റീവ് അയഡിനെ പറ്റി പറയണ 2 ടൈപ്പ് ഉണ്ട്. 123 ഉണ്ട്, 131 ഉണ്ട്. അപ്പൊ ഈ 123ക്ക് ഹാഫ് ലൈഫ് 13 hour ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത്രയും കുറച്ച്, മറ്റേതിന് 8 days ആണ് 131ന്. അപ്പം കുറവുള്ളത് നമ്മൾ ഡയഗ്നോസ്റ്റിക് യൂസ് ചെയ്യും, ഒരുപാടുള്ളത് നമ്മൾ തെറാപ്യൂട്ടിക് ആയിട്ട് യൂസ് ചെയ്യും. ഡയഗ്നോസ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് അയഡിൻ അപ്ടേക്കും റേഡിയോ ആക്റ്റീവ് അയഡിൻ സ്കാൻ ചെയ്യുമെന്ന് പറയത്തില്ലേ, നേരത്തെ പറഞ്ഞൊക്കെ. പിന്നെ തെറാപ്യൂട്ടിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റേഡിയോ ആക്റ്റീവ് അയഡിൻ അബ്ലേഷൻ. ഓക്കെ, ഇതിന്റെ എല്ലാത്തിന്റെയും റേഡിയോ ആക്റ്റീവ് അയഡിൻ ഉപയോഗിക്കാൻ പറ്റാത്ത 2 അബ്സല്യൂട്ട് ഇൻഡിക്കേഷൻ ആണ് പ്രഗ്നൻസി, ലാക്ടേഷൻ. ഓക്കെ, പിന്നെ റേഡിയോ ആക്റ്റീവ് അയഡിൻ അപ്ടേക്ക് എന്ന് വെച്ചാൽ ഒന്നുമില്ല, എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് അയഡിൻ ടേക്കൺ ബൈ ദ തൈറോയ്ഡ് ഗ്ലാൻഡ് വിത്തിൻ എ സ്റ്റിപ്പുലേറ്റഡ് പീരിയഡ് ഓഫ് ടൈം. നമ്മൾ എന്താണെന്ന് അറിയാമോ, ഈ പേഷ്യന്റിന് റേഡിയോ ആക്റ്റീവ് അയഡിൻ കഴിക്കാൻ കൊടുക്കും. എന്നിട്ട് നമ്മൾ ഒരു ഗാമ പ്രോബ് എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് നമ്മുടെ നെക്കില് റേഡിയോ ആക്റ്റീവ് അയഡിൻ ഇതെടുക്കും, എന്തുവാ, സ്കാൻ എടുക്കും. അപ്പൊ നമുക്ക് 3 റിസൾട്ട് വരാം. ഇത് പറഞ്ഞാണ്. ഓക്കെ, നോർമൽ എന്ന് വെച്ചാൽ എല്ലാ ഗ്ലാൻഡ് മൊത്തം ഒരേപോലെ അപ്ടേക്ക് ആയിരിക്കും. ഓക്കെ, അതിനെ വാം എന്നൊക്കെ പറയാം, നോർമൽ. ഓക്കെ, ഹോട്ട് നോഡ്യൂൾ എന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് അപ്ടേക്ക്. നിങ്ങൾ നോക്കി, ഇതാണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. ഓക്കെ, ആ തൈറോയ്ഡ് ഗ്ലാൻഡ് ആ നോഡ്യൂൾ മാത്രം ഭയങ്കര ഒരുപാട് അപ്ടേക്ക് എടുത്ത് അതിന് നമ്മൾ ഹോട്ട് നോഡ്യൂൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി മറ്റേ മൂന്നാമത്തെ നോക്ക്, ഇതിനകത്ത് എല്ലാം നല്ലപോലെ എടുക്കുന്നുണ്ട്, ഒരു ഭാഗം മാത്രം തീരെ അപ്ടേക്ക് എടുക്കുന്നില്ല, റേഡിയോ ആക്റ്റീവ് അയഡിൻ എടുക്കുന്നില്ല. അതിനാണ് നമ്മൾ കോൾഡ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ ഉള്ളൂ. അപ്പൊ ഞാൻ മറ്റേ ട്രീറ്റ്മെന്റ് ഒന്നുകൂടെ പറയുമ്പോൾ മനസ്സിലായിരിക്കും, ഒന്നുകൂടെ പറയാം. ഓക്കെ, അപ്പൊ ട്രീറ്റ്മെന്റിനകത്ത് ഞാൻ പറഞ്ഞ ടോട്ടൽ തൈറോയ്ഡക്ടമി, ഹോൾ ഗ്ലാൻഡ് നമ്മൾ റിമൂവ് ചെയ്യും, പ്ലസ് ലെവൽ 6 അതായത് സെൻട്രൽ ഓർ ആന്റീരിയർ കമ്പാർട്ട്മെന്റിന് നമ്മൾ റിമൂവ് ചെയ്യും. ഓക്കെ, അത് നമ്മൾ എന്തായാലും ചെയ്യും. പ്ലസ് ഓർ മൈനസ് മോഡിഫൈഡ് റാഡിക്കൽ നെക്ക് ഡിസെക്ഷൻ അല്ലെങ്കിൽ ലാറ്ററൽ സെർവൈക്കൽ നെക്ക് ഡിസെക്ഷൻ. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, വേറെ ലിംഫിനോടുകൂടെ ഇൻവോൾവ് ആവണേ മാത്രമേ നമ്മൾ അത് ചെയ്യത്തുള്ളൂ കേട്ടോ. പ്ലസ് ഓർ മൈനസ് ഇട്ടാണ്. ഓക്കെ, മെയിൻ ആയിട്ട് ചെയ്യുന്ന ടോട്ടൽ തൈറോയ്ഡക്ടമി പ്ലസ് ലെവൽ 6 സെർവൈക്കൽ ലിംഫിനോഡ്. കുറച്ച് ഓക്കെ, ഒന്ന് ആൻസർ ചെയ്യാവോ? ലെവൽ 5 സെർവൈക്കൽ ലിംഫ് നോഡ് ഈസ് posterior triangle. ഓർത്താതെ 2, 3, 4 ജുഗുലാർ, അപ്പർ ജുഗുലാർ, മിഡിൽ ജുഗുലാർ, അത് 2, 3, 4 ആണ്. 2, 3, 4. ഓക്കെ, പിന്നെ ബാക്കിലോട്ടുള്ളത് പോസ്റ്റീരിയർ ട്രയാങ്കിൾ. ഓക്കെ, ഇങ്ങനെ ഓർത്താ ഇവിടെ സബ്മെന്റൽ 1A 1B സബ്മാൻഡിബുലർ 2, 3, 4, 5, 6, 7. ഇതാ പറഞ്ഞിട്ടുണ്ട്. സബ്മെന്റൽ, സബ്മാൻഡിബുലർ, മിഡിൽ ജുഗുലാർ, ലോവർ ജുഗുലാർ, പോസ്റ്റീരിയർ ട്രയാങ്കിൾ, ആന്റീരിയർ കമ്പാർട്ട്മെന്റ് ലെവൽ 6, തൈറോയിഡിന്റെ ലെവൽ 6 സുപ്പീരിയർ. Shrugging of shoulder following neck surgery due to injury to Spinal accessory. Spinal accessory. trapeziusന് സപ്ലൈ ചെയ്യുന്ന, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, in extended suprahumeral neck dissection, lymph node dissection is done up to ഞാൻ നല്ലൊരു പറഞ്ഞില്ല, 1 to 3. suprahumeral മാത്രം extended 1 to 4. ഓക്കെ, ഇതാണ് നമ്മൾ തൈറോയ്ഡ് പേഷ്യന്റ് എടുത്ത് ആദ്യം നമ്മൾ റേഡിയോ ആക്റ്റീവ് അയഡിൻ കഴിക്കാൻ പറയും. ഓക്കെ, എന്നിട്ട് ഒരു ഗാമ പ്രോബ് വെച്ചിട്ട് നമ്മൾ തൈറോയ്ഡ് ഗ്ലാൻഡിന് സ്കാൻ ചെയ്യുന്ന ഇത് കണ്ടോ, ഇവിടെ ഒന്നും ഇല്ല തോന്നുന്നു. ഓക്കെ, ചുമ്മാ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ.
എന്തെങ്കിലും ഒന്നുകൂടെ പറയണോ? ഹലോ, എന്തെങ്കിലും ഒന്നുകൂടെ പറയണോ? വേണ്ടടാ. ഓക്കെ, ശരി.